അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തബൂക്കിലേക്ക് യുദ്ധത്തിന് പുറപ്പെടുന്ന ആ സേനയെ ഇസ്ലാമിക ചരിത്രത്തിൽ പരിചയപ്പെടുത്തുന്നത്, വ്യവഹരിക്കപ്പെടുന്നത് ജയ്ഷുൽ ഉസ്റ എന്നാണ്. അതായത് ഞെരുക്കത്തിന്റെയും ക്ലേശത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും സേന. കാരണം ഒന്നുമില്ല, കയ്യിരിപ്പൊന്നുമില്ല. രാഷ്ട്രീയപരമായ ആദർശപരമായ വിജയങ്ങൾ മാത്രമാണ് ഈ സമയത്തുള്ളത്. ഇത്രമാത്രം വലിയ ദൂരത്തേക്ക്, ഷാമിന്റെ അതിർത്തിയിലേക്ക് പോകണം, അവിടെ എത്തണം. 1, 2, 3 മാസങ്ങളോളം ഈ ദൗത്യം നീണ്ടു നിൽക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് ഒരുപാട് തുക ആവശ്യമാണ് എന്ന് കണ്ട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുദായത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞു. അന്ന് ഏറ്റവും അധികം വലിയ സഹായം നൽകിയത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം 200 ഒട്ടകവും 200 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ കഴിയുന്ന അത്ര ആയുധങ്ങളും മറ്റ് യുദ്ധ സാമഗ്രികളും സംഭാവന ചെയ്യുകയുണ്ടായി. മാത്രമല്ല 200 ഊക്കിയ വെള്ളി അദ്ദേഹം ഈ ഇതിലേക്ക് സംഭാവന ചെയ്യുകയുണ്ടായി. മാത്രമല്ല അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ 1000 ദീനാർ, 1000 പൊൻപണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബിക്ക് വല്ലാത്ത സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, ഇനി ഉസ്മാന്റെ കാര്യത്തിൽ ഒരു ഭീതിയുമില്ല, ഒരു പേടിയുമില്ല. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മദീനയിലെ മറ്റൊരു സമ്പന്നനായിരുന്നു. 200 ഊഖിയ വെള്ളിയാണ് അദ്ദേഹം കൊണ്ടുവന്ന് കൊടുത്തത്. അന്നത്തെ ആ പിരിവിന്റെ സമയത്ത് ഓരോ സഹാബിയും, എന്തിനധികം സഹാബി വനിതകൾ, അവരുടെ ആഭരണങ്ങൾ, അവരുടെ മറ്റു സമ്പാദ്യങ്ങൾ, ഇതെല്ലാം കൊണ്ടുവന്ന് സംഭാവനയായി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരുന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും അധികം നമുക്ക് മറക്കാൻ കഴിയാത്തൊരു കാര്യം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സംഭാവനയുമായി വരുന്നതാണ്. തന്റെ സമ്പാദ്യത്തിന്റെ പകുതിയുമായിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം വന്നപ്പോ നബി ചോദിച്ചു, ഉമർ എന്താണ് ബാക്കി വെച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇനി പകുതി അവിടെ ബാക്കിയുണ്ട് നബിയെ. നബി സന്തോഷത്തോടെ സ്വീകരിച്ചു, പ്രാർത്ഥിച്ചു. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സംഭാവനയുമായി വന്നു. 4000 ദിർഹം, 4000 പൊൻപണം. നബി ചോദിച്ചു, അബൂബക്കർ വീട്ടിൽ ഇനി എന്താണ് ബാക്കി വെച്ചിരിക്കുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു വിനയത്തോടെ പറഞ്ഞു, അല്ലാഹു വ റസൂലു, അല്ലാഹുവും റസൂലും അല്ലാതെ മറ്റൊന്നും വീട്ടിൽ ബാക്കിയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിച്ചു. റളിയല്ലാഹു അൻഹു അന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു, ഈ ഒരു അബൂബക്കർ എന്നെ ഒരിടത്തും വിജയിക്കാൻ അനുവദിക്കില്ല. അത്രമാത്രം ഉന്നതമായ മൂല്യങ്ങളുടെ ഉടമകളായിരുന്നു അവർ എന്ന് ചുരുക്കം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമായി, എല്ലാവരുടെയും സംഭാവന കിട്ടി. പക്ഷെ എന്നാലും മതിയാകുമായിരുന്നില്ല. എന്നിട്ടും ചരിത്രം പറയുന്നത് ഒറ്റ വാഹനം 18 പേർക്കെങ്കിലും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു എന്നാണ്. 3000 സഹാബിമാരാണ് നബിയുടെ സേനയിൽ ഉണ്ടായിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ നേതാക്കന്മാരെല്ലാം പുറപ്പെടുന്ന സമയത്ത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തോട് പറഞ്ഞു, അലി നീ വരേണ്ട, താങ്കൾ വീട്ടുകാർക്ക് കാവൽ നൽകുക. അലി റളിയല്ലാഹു അൻഹു അത് സമ്മതിക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിന് വല്ലാത്തൊരു ജിഹാദിന്റെ വികാരം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ തർള അൻ തകൂന ബിമൻസിലതി ഹാറൂൻ ലിമൂസ, മൂസാ നബിക്ക് ഹാറൂൻ എങ്ങനെയായിരുന്നുവോ അങ്ങനെയാവാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞതനുസരിക്കുകയല്ലേ വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഇതിനൊപ്പം തന്നെ പറഞ്ഞു, ഹാറൂൻ നബിയാണ്, മൂസ നബിയാണ് അലൈഹിമസ്സലാം. പക്ഷെ ലാ നബിയ ബഅദി, എന്റെ ശേഷം പ്രവാചകനില്ല. അത് മനസ്സിലാക്കും. കാരണം അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല.
അലി ബിൻ അബി ത്വാലിബ് ആകുമ്പോൾ പ്രത്യേകിച്ചും അങ്ങനെ തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തന്റെ സേനയും വടക്കോട്ട് ഷാം നാടുകളുടെ ഭാഗത്തേക്ക് പുറപ്പെടുകയുണ്ടായി. പോകുന്ന വഴിയിലാണ്, നമ്മൾ പോകുമ്പോഴും നമുക്ക് കാണാം മദാഇൻ സ്വാലിഹ്, സ്വാലിഹ് നബിയുടെ നഗരം അവിടെയാണ്. അൽ ഹിജർ, അൽ ഉലായുടെ സമീപത്തുള്ള അൽ ഹുജർ പ്രദേശം, അവിടെ എത്തി. അത് മഹാനായ സാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ജനത താമസിച്ചിരുന്ന സ്ഥലമാണ്. അള്ളാഹു നിയോഗിച്ച അറേബ്യയിലേക്ക് വന്ന ഒരു പ്രവാചകനായിരുന്നു സാലിഹ് നബി അലൈഹി സ്വലാം. ശിലായുഗത്തിന്റെ ശില്പികളായിരുന്നു അവർ എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കല്ലുകളിൽ നിന്ന് തൂണുകളും കെട്ടിടങ്ങളും വലിയ വലിയ പാത്രങ്ങളും ഉപകരണ സാധനങ്ങളും എല്ലാം ഉണ്ടാക്കാൻ കഴിവുള്ള കരവിരുതുള്ള ആൾക്കാർ. പക്ഷേ അവർ സാലിഹ് നബിയെ അംഗീകരിക്കാൻ കൊണ്ടാക്കി. അവസാനം അള്ളാഹു അവരെ നശിപ്പിക്കുകയാണ് ചെയ്തത്. അവരുടെ ചരിത്രം വികാരോജ്വലമാണ്. ഒരു വിശുദ്ധ ഖുർആൻ പലയിടത്തായി പറയുന്നുണ്ട്. അള്ളാഹു അവരെ നശിപ്പിച്ചത് ഈ ഗ്രാമത്തിലിട്ടുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അസാബ് പരസ്യമായി പെയ്തിറങ്ങിയ സ്ഥലങ്ങളിൽ വിശ്വാസികൾ പോകുകയോ അവിടെ തങ്ങുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നബി അവിടത്തെ പറഞ്ഞു, ഇവിടുത്തെ വെള്ളം കുടിക്കരുത്, ഇവിടുത്തെ വെള്ളത്തിൽ ഉളൂ ചെയ്യരുത്, ഇവിടുത്തെ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യരുത്, വളരെ പെട്ടെന്ന് പുറത്തേക്ക് കിടക്കും. അങ്ങനെ നബി പറഞ്ഞു. അവരനുസരിച്ചു. അതുകൊണ്ട് തന്നെ മദായിൻ സാലിഹിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും അവർക്ക് വല്ലാത്ത ദാഹമുണ്ടായിരുന്നു. ആ സമയത്ത് അവർ നബിയുടെ മുമ്പിലേക്ക് വന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.